ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പല ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എല്ലാ റിലേഷൻഷിപ്പും ഒരുപോലെ പെട്ടെന്ന് അവസാനിക്കുന്നു എന്നുള്ളത്. അതായത് ഒരുപക്ഷെ അതൊരു ടോക്സിസിറ്റി കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എല്ലായ്പ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ലോങ് ടൈം പീരീഡിലേക്ക് നിലനിർത്താൻ സാധിക്കാത്ത ഒരു പ്രശ്നം. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ റിലേഷൻഷിപ്പും ഒരുപോലെ അവസാനിക്കുന്നത്, അതിന് പുറകിലുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ റീസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് എന്നുള്ളത് നോക്കാം. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തതിന്റെ പുറകിലുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട റീസൺ ആണ് റെഡ് ഫ്ലാഗുകൾ കണ്ടിട്ടും അത് കണ്ടിന്യൂസ് ആയി ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളത്. ഒരു പക്ഷേ റെഡ് ഫ്ലാഗുകൾ കാണുന്നുണ്ടായിരിക്കാം, അതായത് നിങ്ങൾക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് ഒട്ടും ബെനിഫിഷ്യൽ അല്ലാത്ത, അല്ലെങ്കിൽ ഒരു രീതിയിലും പ്രയോജനപ്പെടാത്ത കാര്യങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴും അത് ഓക്കെ ആവും, അല്ലെങ്കിൽ അത് പിന്നീട് ശരിയാവും, അല്ലെങ്കിൽ അത് ബെറ്റർ ആയി വരും, അല്ലെങ്കിൽ ആ പേഴ്സൺ അത് കുറെ കഴിഞ്ഞാൽ ഓക്കെ ആയി മാറും, അത് ചേഞ്ച് ചെയ്യും എന്ന രീതിയിലൊക്കെ നിങ്ങൾ സ്വയം നിങ്ങളോട് ഈ രീതിയിലാണ് സെൽഫ് ടോക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു റീസൺ. ബിക്കോസ് ഇവിടെ റെഡ് ഫ്ലാഗുകൾ ഒരുപാട് കണ്ടിട്ടും അത് കണ്ടിന്യൂസ് ആയി അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാറും, അല്ലെങ്കിൽ അത് ശരിയാവും എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി കഴിഞ്ഞാലും അത് ഒരേ രീതിയിൽ അല്ലെങ്കിൽ സെയിം പാറ്റേണിൽ തന്നെ അവസാനിക്കുന്ന ഒരു കാര്യം ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒന്നാമതായിട്ട് വരുന്നത് ഇതാണ്. ഇനി രണ്ടാമത്തെ ഒരു റീസൺ ആയി വരുന്നത് ഒരേ ടൈപ്പ് ഓഫ് പേഴ്സണെ തന്നെ വീണ്ടും വീണ്ടും ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകളുമായിട്ട് തന്നെ വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം. ഇത് പലപ്പോഴും നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വാല്യൂസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു പേഴ്സണെയാണ് ആക്ച്വലി നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഒരുപാട് റിലേഷൻഷിപ്പിലേക്ക് പോവും, വീണ്ടും അത് സെയിം അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു സെയിം പാറ്റേൺ തന്നെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ്, ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് എൻറ്റേർഡ് ആകാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു റീസൺ ആയി വരുന്നത് ഓവർ ഗിവിങ്, അല്ലെങ്കിൽ ഓവർ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ്. പലപ്പോഴും ആ വ്യക്തി എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി, ആ വ്യക്തി കുറെ കൂടി ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കാം, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം എന്ന മനോഭാവത്തിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങൾക്കും മുമ്പിൽ അവരെ പ്ലേസ് ചെയ്യുകയോ അവരുടെ താല്പര്യങ്ങളെ പ്ലേസ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ ഒരു ഓവർ ഷെയർ അല്ലെങ്കിൽ ഓവർ ഗിവിങ് ആയി പോകുന്നത്. ഇത് പലപ്പോഴും ഒരു വൺ സൈഡഡിലേക്ക് മാറും എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ ഓവറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വൺ സൈഡഡ് എഫേർട്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുക. അങ്ങനെയാവുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസിങ് ഉണ്ടായിരിക്കില്ല. എപ്പോഴും ഒരു വ്യക്തിയാണ് കൂടുതലായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് എല്ലാ എഫേർട്ടും വരുന്നത് എന്ന് തോന്നലായിരിക്കും. സോ ഇത്തരത്തിൽ ഓവർ എഫേർട്ട് എടുക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറെ കൂടി സ്നേഹിക്കാൻ കാരണമാകും, അല്ലെങ്കിൽ കുറെ കൂടി ഇഷ്ടപ്പെടാൻ കാരണമാകും എന്ന രീതിയിൽ തിങ്ക് ചെയ്യുന്നതും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു ബ്ലോക്കായി വരും എന്നുള്ളതാണ്. സോ ഓവർ ഗിവിങ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഓവർ ഷെയർ ചെയ്യുന്നതോ ആണ് പലപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആയി വരുന്നത്. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകുന്നു, സെയിം വേയിൽ എൻഡ് ആവുന്നു. അതിന്റെ ഒരു പുറകിലുള്ള റീസൺ ആയി വരുന്നത് ഈ ഒരു ഓവർ ഗിവിങ് ആണ്. ഇനി അതുപോലെ തന്നെ എല്ലാ റിലേഷൻഷിപ്പും ഒരുപോലെ അവസാനിക്കുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആണ് കെമിസ്ട്രിയും കമ്പാറ്റബിലിറ്റിയും. ഇവ തമ്മിൽ വരുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി പോകുന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഒരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു, ഒരു പക്ഷെ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഫണ്ണായിരിക്കാം, വളരെ എക്സൈറ്റഡ് ആയിരിക്കാം, പക്ഷെ ആ വ്യക്തി
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് എന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഹെൽത്തി ആകണമെന്നില്ല. ഒരുപക്ഷെ അൺഹെൽത്തിയും ആകാം. ബിക്കോസ് നിങ്ങളുടെ കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും വിപരീതമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ചിന്താഗതി എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി റൈറ്റ് പേഴ്സൺ ആയിരിക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവരോടൊപ്പം നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയത്തേക്കാണെങ്കിലും നിങ്ങൾ വളരെയധികം ഫൺ ആൻഡ് എക്സൈറ്റഡ് ആയിട്ടായിരിക്കാം അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ ഒരു വ്യക്തിയുമായി സംസാരിച്ച് ഇടപഴകി കഴിഞ്ഞതിന് ശേഷം കമ്പാറ്റബിലിറ്റി, അതുപോലെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി, ഈ കാര്യങ്ങൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉള്ള ആൾക്കാണ് പലപ്പോഴും ഇങ്ങനെ റിലേഷൻഷിപ്പ് വീണ്ടും സെയിം അവസ്ഥയിൽ പോയിട്ട് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തതാണ്. ആൻഡ് നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ ആണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം ആ റിലേഷൻഷിപ്പ് അത്ര വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ആകാൻ പോകുന്നില്ല എന്നുണ്ടായിരിക്കാം. ആ ഒരു അറിവ് ഏകദേശം ഒരു സൈനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും പ്രഷർ കൊടുത്തുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരവസ്ഥ. അതിന് പല റീസൺസ് ഉണ്ടായിരിക്കാം. ഫിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് നാളത്തെ പ്രണയമാണ് അല്ലെങ്കിൽ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ കരുതിക്കൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു പീരിയഡ് അല്ലെങ്കിൽ ഒരു ടൈം എത്തുന്നത് വരെ ഒരുപാട് പ്രഷർ ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ ഒരു രീതിയിലും വർക്ക്ഔട്ട് ആകില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രഷർ കൊടുത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാകുന്ന സമയത്തും പലപ്പോഴും ഒരേ രീതിയിൽ തന്നെ ആ റിലേഷൻഷിപ്പ് അവസാനിക്കാറ്, എൻഡ് ആകാറാണ് പതിവ്. സോ ഇത്രയും റീസൺസ് കൊണ്ടാണ് പലപ്പോഴും ഏതൊരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി കഴിഞ്ഞാലും പഴയ റിലേഷൻഷിപ്പ് പോലെ തന്നെ ഇതും അവസാനിച്ചു. ഇങ്ങനെ 1, 2, 3 എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ആയി വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻസർ കിട്ടും എന്നുള്ളതാണ്. സോ അതിൽ പറഞ്ഞ ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്